കഥയെ ആരംഭിക്കുന്നത് കടലിൽ നിന്ന് ലഭിച്ച മീനുകൾ അടക്കിവെക്കുന്ന തിരക്കിലായ എലിയറ്റ് എന്ന യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അവനൊരു ഫിഷർമാൻ ആണ്, ബോട്ടിലാണ് ജോലി ചെയ്യുന്നത്. തന്റെ അന്തരിച്ച പിതാവിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഒരു ബോട്ടിലായിരുന്നു അവന്റെ താമസവും. അന്ന് വൈകുന്നേരം മീൻപിടുത്തമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് മീനൊന്നും കിട്ടാത്തതുകൊണ്ട് എലിയറ്റിനും കൂട്ടാളികൾക്കും അവരുടെ മുതലാളി ഡാനി വളരെ കുറഞ്ഞ പ്രതിഫലമേ കൊടുത്തുള്ളൂ. ആ ഒരു അവസരത്തിൽ ഡാനി എലിയറ്റിനെ അത്താഴത്തിന് ക്ഷണിച്ചു. പക്ഷേ തന്റെ സുഹൃത്ത് ഒലിവറിനൊപ്പം അന്ന് വൈകുന്നേരം ചില പരിപാടികളുണ്ട് എന്ന് പറഞ്ഞ് എലിയറ്റ് അത് നിരസിക്കുകയായിരുന്നു ചെയ്തത്. കാര്യം സത്യവുമായിരുന്നു. എലിയറ്റിനാകെ അടുത്തതെന്ന് പറയാൻ ഒരൊറ്റ സുഹൃത്തു മാത്രമേയുള്ളൂ, ഒലിവർ. പ്രശസ്ത സംഗീതജ്ഞൻ വിൻസ് ടൈലറുടെ മുൻഭാര്യ സൂസന്നയുടെ ജന്മദിന പാർട്ടിയിൽ അന്ന് ഒലിവർ പാടാൻ തീരുമാനിച്ചിരുന്നു. അന്നവിടെ തന്നെ സപ്പോർട്ട് ചെയ്ത് ഗിറ്റാർ വായിക്കാൻ ഒലിവർ എലിയറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായിരുന്നു ഡാനിയോട് എലിയറ്റ് പറഞ്ഞ കാര്യം. അങ്ങനെ പാർട്ടി നടക്കുന്ന ഇടത്തേക്ക് അവർ വന്നു ചേർന്നു. അതിഥികൾക്ക് മുമ്പിൽ പാടാനായി ഒലിവർ മുന്നിട്ട് ആത്മവിശ്വാസത്തോടെ വേദിയിലെത്തി. ഗിത്താർ വായിക്കാൻ എലിയറ്റും അവിടെ ഉണ്ടായിരുന്നു. അധികം വൈകാതെ ഒലിവർ പാടിത്തുടങ്ങി. എന്നാൽ അയാളുടെ താളം തെറ്റിയ ശബ്ദമുയർന്നതോടെ സദസ്സാകെ അസ്വസ്ഥതയിലാണ്ടു. എല്ലാവരും നിശബ്ദരായി. ഒലിവർ വേദിയിൽ നാണം കെടുന്നത് ഒഴിവാക്കാൻ എലിയറ്റ് പെട്ടെന്ന് ഇടപെട്ടു. ഒലിവറിന് പകരം ഗിറ്റാർ മീട്ടി പാടാൻ ആരംഭിച്ചു. എലിയറ്റിന്റെ ഹൃദയസ്പർശിയായ ശബ്ദം സൂസന്നയെയും മകൾ ലില്ലിയെയും ഉൾപ്പെടെ അവിടെയുള്ള എല്ലാവരെയും ആകർഷിച്ചിരുന്നു. സൂസന്ന അറിയപ്പെടുന്ന ഒരു സക്സസ്ഫുൾ മ്യൂസിക് മാനേജർ ആണ്. ലില്ലി ആകട്ടെ ഒരു മ്യൂസിക് പ്രൊഡ്യൂസറും. താമസിയാതെ അതിഥികൾ മുഴുവനായും എലിയറ്റിന്റെ പ്രകടനത്തിൽ പൂർണ്ണമായും മുഴുകി. എലിയറ്റ് പാടിയ പാട്ടിലെ വരികൾ അത്രമേൽ മികച്ചു നിന്നിരുന്നു. നമുക്കിരുവർക്കും വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നതെന്ന് കരുതി. പക്ഷേ ഒടുവിൽ എല്ലാ തെറ്റുകളും എന്നിലേക്ക് മാത്രമായി നീ കൊണ്ടെത്തിച്ചു. ആ വരികളിൽ അവൻ പാടിത്തീർത്തു. പരിപാടിക്ക് ശേഷം അപ്രതീക്ഷിതമായി ആ കാര്യങ്ങൾ നടന്നതിലും ഒരു സദസ്സിന് മുമ്പിൽ പാടുന്നതിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചതിനും എലിയറ്റ് ഒലിവറോട് ദേഷ്യപ്പെട്ടു. നിന്നെ സഹായിക്കാമെന്ന് മാത്രമേ ഞാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നും പ്രധാന ഗായകനാകാൻ ഒരിക്കലും എനിക്ക് താല്പര്യമില്ലായിരുന്നു എന്നൊക്കെ എലിയറ്റ് ദേഷ്യത്തിൽ പറഞ്ഞു. ഒലിവർ തന്നെ അപമാനിച്ച പോലായിരുന്നു എലിയറ്റിന് തോന്നിയത്. തൊട്ടുപുറകെ ഒലിവറിൽ നിന്ന് പണം കിട്ടാനുള്ള 2-3 പേർ അങ്ങോട്ടേക്ക് കടന്നു വന്നു. പണം തിരികെ കൊടുക്കാത്തതിന്റെ പേരിൽ അവർ ഒലിവറിനെ ആക്രമിക്കാൻ മുതിർന്നു. അവിടെ ഉണ്ടായിരുന്ന എലിയറ്റിന് തന്റെ സുഹൃത്ത് ആക്രമിക്കപ്പെടുന്നത് കണ്ടപ്പോൾ അതിലിടപെടാനൊട്ടും ആലോചിക്കേണ്ടിയിരുന്നില്ല. അവൻ അവരെ എതിരിട്ടു, ശക്തമായി മർദ്ദിച്ചു. പക്ഷേ ആ ഒരു സംഘട്ടനം എലിയറ്റിനെ കൊണ്ടെത്തിച്ചത് പോലീസ് കസ്റ്റഡിയിലായിരുന്നു. എലിയറ്റ് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ തുടരാൻ തുടങ്ങി. വിവരമറിഞ്ഞ് അങ്ങോട്ടേക്ക് സൂസന വന്നിരുന്നു. പാർട്ടിയിൽ എലിയറ്റ് പാടിയ പാട്ടിനെ കുറിച്ച് അവൾ അവനോട് തന്നെ അന്വേഷിച്ചു. ആ ഒരു ഈണം അവരെ അത്രമേൽ സ്പർശിച്ചിരുന്നു. തന്റെ ഭർത്താവിന്റെ മരണശേഷം അത്രമേൽ മനോഹരമായ മറ്റൊന്നും താൻ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു. ആ പാട്ടെഴുതിയത് ആരാണ് എന്ന ചോദ്യത്തിന് താൻ തന്നെയാണ് എന്ന് എലിയറ്റ് വ്യക്തമാക്കി. അവന്റെ പാട്ടിലും അവന്റെ മ്യൂസിക്കിലെ കഴിവിലും വലിയ താല്പര്യം തോന്നിയ സൂസന്ന അവന് മുമ്പിലേക്ക് ഒരു വാഗ്ദാനം വെച്ചു. തനിക്കൊപ്പം അവൻ ജോലി ചെയ്യാൻ സമ്മതിച്ചാൽ താൻ അവനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കും. ആഴ്ചയിൽ അവന് ശമ്പളവും നൽകും. സൂസന്നയുടെ ആ ഓഫർ തരക്കേടില്ല എന്ന് എലിയറ്റിന് തോന്നിയിരുന്നു. എലിയറ്റ് സമ്മതിച്ചു. അങ്ങനെ എലിയറ്റ് ജയിൽ മോചിതനായി. തലേ ദിവസത്തെ സംഭവങ്ങൾ ഡാനിയുടെ ചെവിയിലേക്ക് എത്തിയിരുന്നു. ദേഷ്യത്തിൽ ബോട്ട് മുതലാളിയായ ഡാനി എലിയറ്റിനെ കാണാനെത്തി. ജയിലിലായാൽ ജോലി മാത്രമല്ല അവൻ താമസിക്കുന്ന ബോട്ടും അവന് നഷ്ടപ്പെടും എന്ന് അദ്ദേഹം അവന് മുന്നറിയിപ്പും കൊടുത്തു. സൂസന്നയുടെ ജോലി വാഗ്ദാനത്തെക്കുറിച്ച് എലിയറ്റ് ഡാനിയോട് പറഞ്ഞു. അത് കേട്ടതും ഡാനിക്കതിൽ താല്പര്യം തോന്നി. എന്തായാലും മീൻപിടുത്തത്തേക്കാൾ നല്ല വരുമാനം ഒരുപക്ഷെ എലിയറ്റിന് സൂസൻ ഓഫർ ചെയ്ത ജോലിയിൽ നിന്ന് കിട്ടും. അത് സ്വീകരിക്കാൻ ഡാനി അവനെ നിർബന്ധിച്ചു. പക്ഷേ സൂസന്നയുടെ കുടുംബവുമായി അടുക്കാൻ എലിയറ്റിനെന്തോ മടിയുണ്ടായിരുന്നു. വിട്ടുകൊടുക്കാതെ ഡാനി എലിയറ്റിനെ കാറിൽ കയറ്റി സൂസന്നയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ എലിയറ്റിനോട് ഇറങ്ങിച്ചെന്ന് അവരെ കാണാൻ ഡാനി ആവശ്യപ്പെട്ടു. 48-ാം വയസ്സിലും കാര്യമായ സമ്പാദ്യമില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തന്റെ അവസ്ഥ എലിയറ്റിനുണ്ടാവരുത് എന്ന് ഡാനി ആഗ്രഹിച്ചിരുന്നു. എലിയറ്റിന് മുമ്പിൽ ഇപ്പോൾ ഒരു സുവർണാവസരമുണ്ട്, നീ അത് ഉപയോഗിക്കണം. ഡാനി അവനെ ഉപദേശിച്ചു. ബോട്ടിലെ ജോലിയിൽ നിന്ന് ഡാനി അവനെ പിരിച്ചുവിട്ടു. പുതിയ ജീവിതത്തിലേക്ക് പോവാൻ അവനോട് കൃത്യമായും എടുത്തു പറഞ്ഞു. മടിയുണ്ടായിരുന്നെങ്കിലും ഡാനിയുടെ ഉപദേശം ഒടുവിൽ എലിയറ്റ് സ്വീകരിച്ചു. അവൻ സൂസന്നയുടെ വീട്ടിലേക്ക് നടന്നു ചെല്ലാൻ തുടങ്ങി. ഇതേസമയം വീടിനകത്ത് അമ്മയുമായുള്ള പ്രശ്നങ്ങൾ കാരണം ലില്ലി ലണ്ടനിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു. ലില്ലിയുടെ പിതാവിന്റെ മരണശേഷം അമ്മയുമായി അവളുടെ ബന്ധം അത്ര സുഖകരമല്ല. സൂസന്നയുടെ സ്റ്റുഡിയോ പ്രൊഡ്യൂസറും അവളുടെ വളർത്തുമകനുമായ പാട്രിക് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമായിരുന്നു ലില്ലി ആ ബർത്ത്ഡേയിൽ പങ്കെടുക്കാൻ നാട്ടിലെത്തിയത്. ലില്ലി പോകുന്നത് തടയാൻ സൂസന്ന ശ്രമിച്ചെങ്കിലും അവളൊട്ടും വഴങ്ങുന്നുണ്ടായിരുന്നില്ല. എന്നാൽ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയ ലില്ലി വാതിൽക്കൽ നിൽക്കുന്ന എലിയറ്റിനെ കണ്ട് ഒന്ന് ഞെട്ടി. സൂസന്നയും അങ്ങോട്ടേക്കെത്തി അവനെ കണ്ടിരുന്നു. അവർ
അവരവനെ അകത്തേക്ക് ക്ഷണിച്ചു. എലിയറ്റ് എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ലില്ലി അമ്മയോട് തിരക്കി. അവൻ നല്ല കഴിവുള്ളവനാണല്ലോ, അവന്റെ കഴിവ് അവനെ തന്നെ തിരിച്ചറിയിക്കാൻ, അവനെ ഒന്ന് സഹായിക്കാനാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് എന്ന് സൂസന്ന വിശദീകരിച്ചു. എലിയറ്റിന്റെ പ്രൊഡ്യൂസറായി പ്രവർത്തിക്കാൻ സൂസന്ന ലില്ലിയോട് ആവശ്യപ്പെട്ടു. പക്ഷേ ലില്ലിക്ക് അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. ഇതൊന്ന് ശ്രമിച്ചു നോക്കാനും ഇത് ശരിയായില്ലെങ്കിൽ നീ ലണ്ടനിലേക്ക് പൊക്കോളൂ എന്നും സൂസന്ന പറഞ്ഞപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ലില്ലി ഓക്കെ പറഞ്ഞു. അന്തരിച്ച ഏറെ പ്രശസ്തനായ മ്യൂസീഷ്യനായ ലില്ലിയുടെ അച്ഛന്റെ സ്റ്റുഡിയോയിലേക്ക് ലില്ലി ഏലിയറ്റിനെ കൊണ്ടുപോയി. അവിടുത്തെ ഓരോ കാഴ്ചകളും ഏലിയറ്റിനെ അത്ഭുതപ്പെടുത്തി. വിൻസ് ടൈലറുടെ ചിത്രം കണ്ട് ലില്ലി അദ്ദേഹത്തെ പോലെ ആകാനാണോ ആഗ്രഹമെന്ന് ഏലിയറ്റിനോട് ചോദിച്ചു. പക്ഷേ താൻ പ്രശസ്തിക്കല്ല, പണത്തിന് വേണ്ടിയാണ് ഇവിടെ വന്നത് എന്നായിരുന്നു ഏലിയറ്റിന്റെ മറുപടി. ലില്ലി അവന് ഒരു ഗിറ്റാർ നൽകി അവനോട് പാടാൻ ആവശ്യപ്പെട്ടു. അവൻ പാടിത്തുടങ്ങിയപ്പോൾ പാട്രിക് അങ്ങോട്ടേക്ക് കടന്നു വന്നു. അവന്റെ പാട്ട് കേട്ട് പാട്രിക് പറഞ്ഞു, ഏലിയറ്റ് ഒരിക്കലും ഒരു വിൻസ് ടൈലർ ആവാൻ പോകുന്നില്ല. അത് കേട്ടതും സൂസന്ന പറഞ്ഞു, എന്റെ ഭർത്താവിന് പകരക്കാരനാവാൻ ആർക്കും കഴിയില്ലെന്ന് എനിക്കും അറിയാം. അന്നത്തെ ആ ദിവസം അങ്ങനെ കടന്നുപോയി. അടുത്ത ദിവസം തന്റെ ബോട്ടിലിരുന്ന് ഏലിയറ്റ് പഴയ കുടുംബചിത്രം നോക്കി. ഓർമ്മകളിൽ അവൻ മുഴുകിയിരുന്നു. അവന്റെ മാതാപിതാക്കൾ അവനെ വിട്ട് പോയി കഴിഞ്ഞിരുന്നു. സങ്കടം ഇരച്ചുവന്ന ആ ഒരു നിമിഷത്തിൽ അവന്റെ മനസ്സിൽ പുതിയ വരികൾ വിരിഞ്ഞു. അവനത് പകർത്തി എഴുതി. അധികം വൈകാതെ അവൻ ലില്ലിയുടെ അടുത്തേക്ക് എത്തി. പക്ഷേ അന്ന് അങ്ങോട്ടേക്ക് എത്തിയപ്പോഴേക്കും 4 മണിക്കൂർ വൈകിയിരുന്നു. അതിന്റെ പേരിൽ ഏലിയറ്റിനോട് ലില്ലി ദേഷ്യപ്പെട്ടു. അവന് കഴിവുണ്ടെന്ന അമ്മയുടെ അഭിപ്രായത്തോട് താൻ യോജിക്കുന്നില്ലെന്നും ഞാൻ നിന്നെ പരീക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നും ആ സമയം അവൾ പറഞ്ഞു. പക്ഷേ ഏലിയറ്റ് അവളുടെ ദേഷ്യമൊക്കെ അവഗണിക്കുകയായിരുന്നു ചെയ്തത്. പിന്നാലെ താൻ അന്ന് എഴുതിയ ആ ഒരു പുതിയ പാട്ട് അവൻ പാടിത്തീർന്നതും ഒരക്ഷരം പോലും മിണ്ടാതെ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ആ പാട്ട്, അതിലെ വരികൾ അത്രമേൽ മനോഹരമായിരുന്നു. ഏലിയറ്റിനോട് പറഞ്ഞത് കുറച്ച് കടന്നുപോയല്ലോ എന്ന് ലില്ലിക്ക് തോന്നി. അവൾക്ക് വല്ലാതെ കുറ്റബോധം അനുഭവപ്പെട്ടു. ഏലിയറ്റിന് അപാരമായ കഴിവുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. എന്നിരുന്നാലും എന്തോ ഒരു ഭയം അവനെ പൂർണ്ണമായി എല്ലാം പ്രകടിപ്പിക്കുന്നതിൽ നിന്ന് പിൻവലിക്കുന്നതായി അവൾക്ക് തോന്നുകയും ചെയ്തു. ഒരുപക്ഷെ പ്രശസ്തനായ വിൻസ് ടൈലറുടെ സ്റ്റുഡിയോയിൽ പരിശീലിക്കുന്നതാവുമോ അവന് സമ്മർദ്ദമുണ്ടാക്കുന്നത് എന്നൊരു സംശയം ലില്ലിയുടെ മനസ്സിലേക്ക് വന്നു. അടുത്ത ദിവസം ലില്ലി ഏലിയറ്റിനെ കാണാൻ ബോട്ടിലെത്തി. അവളെ കണ്ടതും ഒരു തണുപ്പൻ മട്ടിലായിരുന്നു അവന്റെ പ്രതികരണവും മറ്റും. പക്ഷെ അത് അവഗണിച്ച് അവനോട് അവൾ സംസാരിച്ചു. ഒരു കലാകാരൻ അവന്റെ കലയിൽ രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, കലയെ ഗൗരവകരമായി എടുക്കുന്നുണ്ടെങ്കിൽ അഹങ്കാരം വെടിയണം എന്നവൾ പറഞ്ഞു. അന്ന് ഏലിയറ്റ് തന്റെ മനസ്സിലെ ഭാരമൊക്കെ മാറ്റി അവളോട് സംസാരിച്ചു. വൈകാതെ അവനെയും കൂട്ടി അവൾ കടൽ തീരത്തുള്ള അവരുടെ ഒരു വില്ലയിലേക്ക് പോയി. യാത്രക്കിടയിൽ അവർ സംഗീതത്തെക്കുറിച്ച് കുറെ സംസാരിച്ചു. അവരുടെ ഇടയിലെ അകൽച്ച പതിയെ കുറഞ്ഞില്ലാതാവുന്നുണ്ടായിരുന്നു. അവരാ വില്ലയിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ സൂസന്നയും പാട്രിക്കും അവർക്കായി കാത്തിരിക്കുകയായിരുന്നു. അവർ അവിടെ ഇരുന്ന് ലഞ്ച് കഴിക്കാൻ ആരംഭിച്ചു. അവരുടെ സംഭാഷണം എലിയറ്റിന്റെ കഴിവിലേക്ക് കടന്നു. തുടർന്നവർ വിൻസ് ടൈലറുടെ മഹത്തായ വിജയത്തെക്കുറിച്ചും ആയിരക്കണക്കിന് ആരാധകരെ വിസ്മയിപ്പിച്ച അദ്ദേഹത്തിന്റെ ഐതിഹാസികമായ സംഗീത പരിപാടികളെക്കുറിച്ചും ഓർമ്മകൾ പങ്കുവെച്ച് സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ സംസാരം തന്റെ പിതാവിനെ കുറിച്ചായപ്പോൾ ലില്ലിയിൽ പ്രകടമായ അസ്വസ്ഥത കാണപ്പെട്ടു തുടങ്ങിയിരുന്നു. തന്റെ 10ാമത്തെ ബർത്ത്ഡേയിൽ തനിക്കൊപ്പം സമയം ചെലവഴിക്കുന്നതിന് പകരം ആരാധകർക്ക് വേണ്ടി പാടാൻ പോയ അച്ഛനെ അവൾ വേദനയോടെ ഓർത്തെടുത്തു. അതിലുള്ള തന്റെ അമർഷവും പറഞ്ഞു. ആ പ്രവൃത്തി അന്നവളെ അത്രമേൽ തളർത്തിയിരുന്നു. വിൻസിന്റെ പ്രവൃത്തികളെ ന്യായീകരിക്കാൻ അവളുടെ അമ്മ സൂസന ശ്രമിച്ചെങ്കിലും ലില്ലി അതൊന്നും അംഗീകരിക്കാൻ തയ്യാറായില്ല. തന്റെ പിതാവ് മരിച്ച സമയത്ത് പോലും അമ്മ സൂസന്ന അദ്ദേഹത്തിന്റെ അരികിലുണ്ടായിരുന്നില്ല എന്നവൾ തുറന്നടിച്ചു പറഞ്ഞു. ആവേശകരമായ അവരുടെ ഈ തർക്കം കേട്ടുകൊണ്ടിരുന്ന എലിയറ്റ് ഇതിൽ താൻ എങ്ങനെ എന്തു പറയണം എന്നറിയാതെ കുഴങ്ങിയിരുന്നു. അടുത്ത ദിവസം രാവിലെയും ലില്ലി തന്റെ അമ്മയോട് തലേ ദിവസത്തെ സംസാരത്തിന് വലിയ ദേഷ്യത്തിലായിരുന്നു. അച്ഛൻ മരിച്ച ആ രാത്രിയിൽ അമ്മ എവിടെയായിരുന്നു അതറിയാൻ തനിക്ക് അവകാശമുണ്ട് എന്നവൾ പറഞ്ഞു. അന്ന് ആളുകളും താനും സൂസന്നയെ വിളിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും പക്ഷെ ആ കോളുകൾക്കൊന്നും മറുപടി ലഭിച്ചില്ലെന്നും അവൾ അമ്മയോട് എടുത്തു സൂചിപ്പിച്ചു. സൂസന്ന മറുപടി നൽകുന്നതിനു മുമ്പേ ഏലിയറ്റ് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അതുകൊണ്ട് അവരുടെ സംസാരം അന്ന് അവിടെ വെച്ച് മുറിഞ്ഞു. അന്ന് ലില്ലിയും ഏലിയറ്റും അവരുടെ പാട്ട് പരിശീലനം ആരംഭിച്ചു. പരസ്പരമുള്ള സാന്നിധ്യം ഇരുവരും ആസ്വദിച്ചു തുടങ്ങിയിരുന്നു. അവരുടെ ഇടയിലുണ്ടായിരുന്ന അകൽച്ച ഉരുകി ഇല്ലാതായി. പാട്ടിലും അവർ ഒരുപാട് പുരോഗതി കൈവരിച്ചു. സൂസന്യയെയും അവരത് പാടി കേൾപ്പിച്ചു. മികച്ച ഗാനമായി അത് മാറുന്നുണ്ടായിരുന്നു. അവരുടെ കഠിനാധ്വാനത്തെ സൂസന പ്രശംസിക്കുകയും ചെയ്തു. ഗാനം തയ്യാറായി കഴിഞ്ഞു. അടുത്ത വെല്ലുവിളി അവരുടെ മുമ്പിലെത്തി. ഏലിയറ്റിന്റെ പാട്ട് കൊള്ളാം, പക്ഷേ ഈ പാട്ട് മീഡിയയിലേക്ക് എത്തിക്കണം, അത് വൈറലാക്കണം.
ചിത്രീകരിക്കണം, സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാം എന്നൊരാശയം മുന്നിട്ട് വന്നു. പക്ഷേ ഏലിയറ്റിന് ഫോളോവേഴ്സ് ആരും തന്നെ ഇല്ല. കുറഞ്ഞ ഫോളോവേഴ്സിന് വെച്ച് വീഡിയോ ഇട്ടിട്ട് കാര്യവുമില്ല. ആ സമയത്താണ് തന്റെ മരണപ്പെട്ട ഭർത്താവിന്റെ പേരിലുള്ള 40 ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഏലിയറ്റിന്റെ പാട്ടിടാം എന്ന് സൂസന്ന പറയുന്നത്. കൂടാതെ പാട്ടിനായി ഒരു മ്യൂസിക് വീഡിയോ ചിത്രീകരിക്കാം എന്ന ആശയവും അവർ മുമ്പോട്ട് വെച്ചു. പക്ഷേ ആദ്യം തനിക്കുള്ള ശമ്പളം തരാൻ ഏലിയറ്റ് സൂസന്നയോട് പറഞ്ഞു. ആഴ്ചതോറുമുള്ള ശമ്പളം അതുവരെ സൂസന്ന കൊടുത്തിട്ടില്ല. ആ വാഗ്ദാനം അവൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. പക്ഷേ ലോകത്ത് സൗജന്യമായി അത്താഴം ലഭിക്കുന്ന ഒരിടവുമില്ല എന്ന രീതിയിലായിരുന്നു സൂസന്നയുടെ മറുപടി. സൂസന്ന തന്നെ പറ്റിക്കുകയായിരുന്നു എന്ന മട്ടിലായിരുന്നു ഏലിയറ്റിന് തോന്നിയത്. പണം തരാമെന്ന് പറഞ്ഞിട്ട് പണം തരുന്നില്ല. ദേഷ്യത്തിൽ ഏലിയറ്റ് ആ വില്ല വിട്ടിറങ്ങിപ്പോയി. അത് കണ്ടതും ലില്ലി അവന്റെ പിന്നാലെ ഓടിച്ചെന്നു. ഏലിയറ്റും സൂസന്നയും തമ്മിലുള്ള ശമ്പള കരാറിനെ കുറിച്ച് ലില്ലിക്ക് അറിവുണ്ടായിരുന്നില്ല. അവൾ അക്കാര്യം അവനോട് പറഞ്ഞു ബോധിപ്പിച്ചു. ഈ പാട്ടും പരിപാടിയുമൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്ന് ഏലിയറ്റ് വാശി പിടിച്ചെങ്കിലും ലില്ലി അതിന് തയ്യാറായില്ല. ഏലിയറ്റിന്റെ കഷ്ടപ്പാടുകൾ തനിക്ക് മനസ്സിലാകുമെന്നും പക്ഷേ കഴിവിൽ നിന്നും ഭയന്ന് തിരികെ ഓടുകയല്ല വേണ്ടതെന്നും ലില്ലി അവനോട് പറഞ്ഞു. സമൂഹത്തെ എതിരിടാൻ മടിക്കുന്ന ഒരു ഭീരുവാണ് ഏലിയറ്റ്, അതാണിങ്ങനെ ഭയന്ന് പിന്മാറുന്നത് എന്ന് ലില്ലി ഏലിയറ്റിനെ ഒന്ന് പ്രകോപിപ്പിക്കാൻ അവന്റെ കുറ്റമെടുത്ത് പറയുകയും ചെയ്തു. ഏലിയറ്റിന് നല്ല ദേഷ്യം വന്നിരുന്നു. പക്ഷേ ലില്ലിയുടെ വാക്കുകളൊന്നും കേൾക്കാൻ നിൽക്കാതെ ഏലിയറ്റ് അവിടെ നിന്ന് പോയി. പക്ഷേ ഏലിയറ്റിനെ അങ്ങനെ വിട്ടുകളയാൻ ലില്ലി ഒരുക്കമായിരുന്നില്ല. അവള് വീണ്ടും ഏലിയറ്റിനെ കാണാൻ പോയി. അവനോട് സംസാരിച്ചു. ഇത്രയും കാലം അവൻ ആർക്ക് വേണ്ടിയാണ് പാടിക്കൊണ്ടിരുന്നതെന്നും ആരിൽ നിന്നാണ് അവന്റെ പാട്ടുകൾക്ക് പ്രചോദനം ലഭിക്കുന്നതെന്നും അവൾ അവിടെ വെച്ച് ചോദിച്ചു. കൂട്ടത്തിൽ പറഞ്ഞു, പാട്ടുകൾ ഒരിക്കലും ആകാശത്ത് നിന്ന് പൊട്ടിവീഴുകയൊന്നുമില്ല. പ്രത്യേകിച്ചും ഏലിയറ്റ് എഴുതുന്ന പോലെ അത്രമേൽ അർത്ഥവത്തായ ജീവൻ തുടിക്കുന്ന വരികൾ. അത് ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തിനോടെങ്കിലും ബന്ധപ്പെട്ടിരിക്കുമ്പോഴേ അത്രമേൽ മനോഹരമാവുകയുള്ളൂ. മനസ്സിലൊന്നും സങ്കല്പിക്കാതെ ആർക്കും എഴുതാൻ പറ്റില്ല. അതും മനസ്സിനെ സ്പർശിക്കുന്ന ഒന്ന്. പ്രത്യേകിച്ച് അവളുടെ ആ വാക്കുകൾ ഏലിയറ്റിന്റെ മനസ്സിൽ തൊട്ടിരുന്നു. ഏലിയറ്റ് അവളുടെ വാക്കുകളെപ്പറ്റി ആലോചിച്ചു. കുട്ടിക്കാലത്ത് തനിക്ക് നഷ്ടപ്പെട്ടു പോയ തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് താൻ ഇത്രനാളും എഴുതിയതെന്നും പാടിയതെന്നും അവൻ തിരിച്ചറിയുക കൂടിയായിരുന്നു. ലില്ലി അന്ന് ഏലിയറ്റിനോട് ഒരുപാട് സംസാരിച്ചു. ഏലിയറ്റിന്റെ ദേഷ്യമൊക്കെ തണുപ്പിച്ചു. ഒടുവിൽ പാട്ടുപാടി റെക്കോർഡ് ചെയ്യാനും ആൽബം ഷൂട്ടിനും ഏലിയറ്റ് സമ്മതിച്ചു. അടുത്ത ദിവസം അവർ റെക്കോർഡിംഗ് ആരംഭിച്ചു. ഏലിയറ്റ് അത്രമേൽ വികാരഭരിതമായും മനോഹരമായും പാടുന്നത് കണ്ട് പാട്രിക് പോലും അത്ഭുതപ്പെട്ടു. ആ നിമിഷം പാഴാക്കാതെ പാട്രിക് ഏലിയറ്റിന്റെ ആ പ്രകടനം തന്റെ ക്യാമറയിൽ പകർത്തിയെടുത്തു. റെക്കോർഡിംഗിന് ശേഷം ലില്ലി ഏലിയറ്റിനെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടു. മാതാപിതാക്കളെ ഓർത്ത് മാതാപിതാക്കൾ കൊടുത്ത ഒരു ബോട്ടിലാണ് അവൻ താമസിക്കുന്നത് എന്ന് കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത അത്ഭുതം തോന്നിയിരുന്നു. അന്ന് ഏലിയറ്റ് തന്റെ മാതാപിതാക്കളെ പറ്റി ലില്ലിയോട് മനസ്സ് തുറന്നു. ഒരു കടൽക്ഷോഭത്തിൽ അവന്റെ മാതാപിതാക്കൾ മുങ്ങി മരിച്ചതായിരുന്നു. അതിനു മുമ്പ് ആ ബോട്ടിലാണ് അവൻ അവരുടെ കൂടെ ജീവിച്ചിരുന്നത്. അതിന്റെ ഓർമ്മകളും മറ്റും ഏലിയറ്റ് ലില്ലിയോട് പങ്കുവെച്ചു. ലില്ലി അവന്റെ അടുത്തൊരു സുഹൃത്തായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. തന്റെ ജീവിതം മുഴുവനായും ലില്ലിയോട് ഏലിയറ്റ് വിശദീകരിച്ചു. മാതാപിതാക്കളുടെ മരണശേഷം ഏലിയറ്റ് അനാഥാലയത്തിലേക്ക് മാറ്റപ്പെട്ടു. അവൻ വളരെയധികം കുസൃതി നിറഞ്ഞൊരു കുട്ടിയായിരുന്നു. പല വീടുകളിലും ഫോസ്റ്റർ ഹോംസായി ലഭിച്ചവൻ താമസിച്ചെങ്കിലും അവനെവിടെയും നിൽക്കാൻ പറ്റിയില്ല. ഒടുവിൽ തനിക്ക് സ്വന്തമായ അവന്റേതെന്ന് അവന് തോന്നിയ ഏകയിടമായ ആ ഒരു ബോട്ടിലേക്ക് തന്നെ അവൻ മടങ്ങിയെത്തി. ലില്ലി പിന്നാലെ ഏലിയറ്റിനോട് ചോദിച്ചു, നിന്റെ സ്വപ്നം എന്താ? എന്താണ് നീ ആഗ്രഹിക്കുന്നത്? ഏലിയറ്റ് പറഞ്ഞു, എന്റെ മാതാപിതാക്കള് ഈ ലോകം മുഴുവൻ ബോട്ടിൽ ചുറ്റി സഞ്ചരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതുപോലെ എനിക്ക് സഞ്ചരിക്കണം. പക്ഷേ ലില്ലിയുടെ മറുപടി വന്നു, ലോകസഞ്ചാരം ആളുകൾ കരുതുന്ന പോലെ അത്ര സുഖകരമായ ഒന്നൊന്നുമല്ല. എല്ലാ ദിവസവും വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നെത്തിയ ആളുകളെ നമ്മളിങ്ങനെ കണ്ടുമുട്ടും. കുട്ടിക്കാലത്ത് എന്റെ അച്ഛന്റെ ഒപ്പം ഞാൻ കുറെ ലോകം ചുറ്റിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും എന്നെ സന്തോഷിപ്പിച്ചിട്ടില്ല. അച്ഛൻ എപ്പോഴും ആരാധകരെ രസിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. സ്വന്തം മകൾക്ക് വേണ്ടി ഒരു പാട്ട് പോലും അദ്ദേഹം പാടിത്തന്നിട്ടില്ല. അതിന് അദ്ദേഹത്തിന് സമയവുമില്ലായിരുന്നു. അവരുടെ സംസാരം അങ്ങനെ നീണ്ടുപോയി. സമയം രാത്രി ഏറെ വൈകി. ഒരു ഘട്ടത്തിൽ ഏലിയറ്റ് തന്നെ നോക്കുന്ന രീതി കണ്ടപ്പോ ലില്ലിക്ക് ഒരു പരിഭ്രമം തോന്നി. ആ രാത്രിയുടെ അവസാനത്തോടെ അവർക്കിടയിൽ ഹൃദ്യമായ ഒരു ബന്ധം ഉടലെടുത്തു. ആ രാത്രി അവരൊന്നിച്ചായിരുന്നു ചിലവഴിച്ചത്.
അടുത്ത ദിവസം രാവിലെ അവർ ഏലിയറ്റിന്റെ ബോട്ടിലിരുന്ന് പിയാനോ വായിക്കുകയും പുറത്ത് വിശ്രമിക്കുകയും ചെയ്തു. അധികം വൈകാതെ വലിയ ആവേശത്തോടെ പാട്രിക് അങ്ങോട്ടേക്ക് വന്നു. തലേ ദിവസം അവർ അപ്ലോഡ് ചെയ്ത വീഡിയോ വൈറലായെന്നും എല്ലാ പ്ലാറ്റ്ഫോമുകളിലും അത് ട്രെൻഡിംഗ് നമ്പർ 1 ആയെന്നും പാട്രിക് അവരെ അറിയിച്ചു. ഏലിയറ്റ് ഇപ്പോൾ ഒരു താരമായി തന്നെ മാറിയിരിക്കുന്നു എന്ന കാര്യവും പറഞ്ഞു. ആ വാർത്ത കേട്ട് ഏലിയറ്റും ലില്ലിയും അതീവ സന്തോഷത്തിലായി. എങ്കിലും ഏലിയറ്റിൽ നിന്നും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എത്രയും പെട്ടെന്ന് ഒരു ആൽബത്തിന്റെ പണി തുടങ്ങണം എന്ന് പാട്രിക് പറഞ്ഞു. അന്നു മുതൽ ഏലിയറ്റ് തന്റെ ആദ്യ ആൽബത്തിന്റെ റെക്കോർഡിംഗ് തിരക്കുകളിലേക്ക് കടന്നു. സ്റ്റുഡിയോ സെഷനുകളും മ്യൂസിക് വീഡിയോ ചിത്രീകരണങ്ങളും കൊണ്ട് അവരുടെ ദിവസങ്ങൾ നിറഞ്ഞു. ആൽബം പൂർത്തിയാകുന്നതിന് മുമ്പേ തന്നെ യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും ഏലിയറ്റിന്റെ വീഡിയോ വൈറലായിരുന്നല്ലോ. അതുകൊണ്ട് വലിയൊരു ഫാൻ ബേസ് ഏലിയറ്റിന് രൂപപ്പെട്ടിരുന്നു. ആൽബത്തിന്റെ തിരക്കുകൾക്കിടയിലും ഏലിയറ്റും ലില്ലിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമായി മാറി. അവർക്കിടയിൽ പ്രണയം രൂപപ്പെട്ടു. അവരൊന്നിച്ചുള്ളപ്പോൾ അവരത്രമേൽ സന്തോഷിച്ചു. ഒരു ദിവസം ഏലിയറ്റ് തന്റെ ബോട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ സുഹൃത്തായ ഒലിവർ അവിടെ തന്നെ കാത്തുനിൽക്കുന്നത് അവൻ കണ്ടു. ഒലിവർ പതിവില്ലാതെ തന്നെ അങ്ങനെ കാണാമെന്നത് കണ്ടപ്പോ ഏലിയറ്റിന് അത്ഭുതം തോന്നിയിരുന്നു. ഏലിയറ്റിന്റെ പുതിയ പ്രശസ്തിയെക്കുറിച്ച് അറിഞ്ഞ ഒലിവർ അത് സ്വന്തം ലാഭത്തിനായി ഉപയോഗിക്കാൻ തീരുമാനിച്ചെത്തിയതായിരുന്നു അവിടെ. ഏലിയറ്റിനെ പറഞ്ഞ് നിർബന്ധിച്ച് സൂസന്നയുടെ സ്റ്റുഡിയോയിലേക്ക് ഒലിവർ പോയി. സൂസന്ന അന്ന് ഏലിയറ്റിനോട് സംസാരിച്ചു. ഏലിയറ്റിന്റെ ആൽബം ഏറ്റെടുക്കാൻ വലിയൊരു കമ്പനി വന്നിട്ടുണ്ട്. 3 പാട്ടുകൾ കൂടി പൂർത്തിയായാൽ ആൽബത്തിന്റെ കാര്യങ്ങളെല്ലാം പൂർണ്ണമാകും. പിന്നെ ഏലിയറ്റിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൈകാര്യം ചെയ്യാൻ 2 ജീവനക്കാരെയും താൻ നിയമിച്ചിട്ടുണ്ട്. തൊട്ടുപുറകെ പുതിയ ആൽബത്തിന്റെ കവർ ഡിസൈൻ തിരഞ്ഞെടുക്കാൻ സൂസൻ ഏലിയറ്റിനോട് ആവശ്യപ്പെട്ടു. ഏലിയറ്റ് ഒരഭിപ്രായത്തിനായി ഒലിവറെ നോക്കി. പക്ഷേ സ്റ്റുഡിയോയിലേക്ക് എത്തിയ ഒലിവറിന്റെ സാന്നിധ്യവും മറ്റും പാട്രിക്കിനും സൂസന്നയ്ക്കും ലില്ലിക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഒലിവർ വളരെ കൗതുകത്തോടെ ഏലിയറ്റ് ചെയ്യുന്ന ജോലികൾ നോക്കി നിന്നു. അവൻ ലില്ലിയോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും മിണ്ടാതിരിക്കാനും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനും പറഞ്ഞ് അവൾ അവനെ ഉടൻ തന്നെ തടഞ്ഞു. ഏലിയറ്റ് നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് അവനിപ്പോൾ ഈ സ്റ്റുഡിയോയിലുള്ളതെന്നും അവന്റെ സാന്നിധ്യം ഇവിടെ ആരും ആഗ്രഹിക്കുന്നില്ലെന്നും ലില്ലി വ്യക്തമാക്കി. പിന്നീട് ലില്ലിയുടെ വീട്ടിൽ നിന്നും മടങ്ങുന്ന വഴിയിൽ ഒലിവർ ഏലിയറ്റിനോട് സംസാരിച്ചു. താൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും അച്ഛൻ തന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു എന്നും അവൻ പറഞ്ഞു. തന്റെ കയ്യിൽ നിന്ന് പണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണോ അവനത് പറയുന്നത് എന്ന് ചിന്തിച്ച ഏലിയറ്റ് അറിയിച്ചു. എന്റെ കയ്യില് അത്രയും പണമൊന്നുമില്ല. പക്ഷേ ഒലിവറിന് വേണ്ടിയിരുന്നത് പണമായിരുന്നില്ല. അവന്റെ ആൽബത്തിൽ ഒലിവറിനൊരു പാട്ട് പാടണം, അതിന് തന്നെ അനുവദിക്കണം എന്നാണ് അവന്റെ ആവശ്യം. ഒരു പ്രശസ്ത ഗായകനാവുക എന്നത് ഒലിവറിന്റെ സ്വപ്നമായിരുന്നു. പക്ഷേ ഒലിവറിന് ഒട്ടും പാടാനറിയില്ല എന്ന് നന്നായിട്ടറിയാവുന്ന ഏലിയറ്റ് അതങ്ങനെ തന്നെ നിരസിച്ചു. അത് കേട്ടതും ഒലിവർ ക്ഷുഭിതനായി. ഏലിയറ്റിന്റെ വിജയത്തിന്റെ കാരണം താനാണ് എന്നവൻ ആക്രോശിച്ചു പറഞ്ഞു. ഏലിയറ്റ് എഴുതിയ വരികൾ സത്യത്തിൽ തന്റേതാണെന്ന് പോലും അവൻ വാദിച്ചു. പക്ഷെ ഒലിവർ തന്റെ ജീവിതത്തിൽ ഒരു വരി പോലും എഴുതി തന്നിട്ടില്ലെന്നും എല്ലാം തന്റേത് മാത്രമാണെന്നും ഏലിയറ്റിന് അറിയാമായിരുന്നു. ഏലിയറ്റ് അതൊക്കെ എടുത്തു പറഞ്ഞതും ഒലിവർ അതുവരെയുള്ള പ്രകടനം മാറ്റി ഏലിയറ്റിന്റെ മുമ്പിൽ യാചിച്ചു. ആൽബത്തിലെ ഒരൊറ്റ പാട്ടെങ്കിലും തനിക്ക് തരണം എന്ന് പറഞ്ഞവൻ യാചിച്ചു. മനസ്സെല്ലാം മനസ്സോടെ ഏലിയറ്റ് അതിന് സമ്മതിച്ചു. അടുത്ത ദിവസം ഒലിവറിനെ റെക്കോർഡിങ്ങിനായി സൂസന്നയുടെ സ്റ്റുഡിയോയിലേക്ക് അവൻ കൊണ്ടുപോയി. ഒലിവർ ആ പാട്ട് പാടാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചെങ്കിലും ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഒലിവറിന്റെ ശബ്ദം ആ പാട്ടിന് തീർത്തും മോശമായിരുന്നു. പാട്രിക്കും എലിയറ്റും എത്ര തവണ ആവശ്യപ്പെട്ടിട്ടും അവന്റെ പാട്ടിൽ ഒരു പുരോഗതിയും വരുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ പാട്രിക്കിനും ലില്ലിക്കും മടുത്തു. അവരവരുടെ അസ്വസ്ഥത പ്രകടമാക്കി. ഇത് വെറും സമയനഷ്ടമാണ് എന്ന് ഏലിയറ്റിനടുക്കൽ പറഞ്ഞു. പക്ഷേ ഏലിയറ്റ് അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. ഏലിയറ്റ് ഒരു ശാഠ്യത്തിൽ ഒലിവറിനെ പാടിക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ അതിൽ പ്രതിഷേധിച്ച് ലില്ലി സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയി. ഇതെല്ലാം കണ്ടുനിന്ന സൂസന്ന ഏലിയറ്റിനെ തടയാൻ ലില്ലിയോട് ആവശ്യപ്പെട്ടെങ്കിലും ലില്ലി തനിക്കതിന് പറ്റില്ലെന്ന് പറഞ്ഞു. ഒലിവർ ഏലിയറ്റിന്റെ ഏക സുഹൃത്താണെന്നും അവന്റെ തീരുമാനത്തെ താൻ പിന്തുണച്ചില്ലെങ്കിൽ അവൻ ഈ ആൽബം തന്നെ ഉപേക്ഷിച്ച് പോകുമെന്നും ഞങ്ങൾ ഇതുവരെ ഒന്നിച്ച് പടുത്തുയർത്തി കൊണ്ടുവന്നതൊക്കെ നഷ്ടപ്പെടുമെന്നും അവൾ ഭയത്തോടെ സൂസന്നയോട് സൂചിപ്പിച്ചു. പക്ഷേ സൂസന്നയ്ക്ക് അതങ്ങനെ തുടരുന്നത് സഹിക്കുന്നുണ്ടായിരുന്നില്ല. മുമ്പോട്ടേക്ക് വന്ന സൂസന്ന റെക്കോർഡിംഗ് നിർത്താനും ഒലിവറോട് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിപ്പോവാനും പറഞ്ഞു. ഒലിവർ ദേഷ്യത്തിൽ അവിടെ നിന്നിറങ്ങിപ്പോയി. പിന്നാലെ സൂസന്ന ഏലിയറ്റിന് കർശനമായൊരു മുന്നറിയിപ്പ് കൊടുത്തു. 24 മണിക്കൂറിനുള്ളിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് മുമ്പിൽ ഏലിയറ്റ് വലിയൊരു കൺസേർട്ടിൽ പാടേണ്ടതുണ്ട്. ഒലിവറിന് വേണ്ടി നീ നിന്റെ സമയം കളഞ്ഞുകൊണ്ടിരുന്നാൽ നിന്റെ ഭാവി തന്നെ അവതാളത്തിലാകും. ഈ കൺസേർട്ട് നിന്റെ ഭാവി തീരുമാനിക്കാൻ കൂടി വേണ്ടിയിട്ടുള്ളതാണ്. നന്നായി പാടിയാൽ നിനക്ക് ഒരു ഇന്റർനാഷണൽ സ്റ്റാറായി മാറാം. അല്ലെങ്കിൽ ശേഷിച്ച ജീവിതം നിന്റെ പിതാവിന്റെ ആ പഴയ ബോട്ടിൽ മീൻ പിടിച്ച് കഴിയേണ്ടി വരും. അതും പറഞ്ഞ് ഏലിയറ്റിനെയും സൂസന്ന അവിടെ നിന്ന് ഇറക്കി വിട്ടു. കുറച്ചു കഴിഞ്ഞ് പുറത്തു വെച്ച് ഏലിയറ്റ് ലില്ലിയെ കണ്ടു. ലില്ലി ആ സമയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏലിയറ്റിനോട്
പറഞ്ഞു താൻ ഗർഭിണിയാണ്, ഏലിയറ്റിന്റെ കുട്ടി തന്റെ വയറ്റിലുണ്ട്. അത് കേട്ടതും ഏലിയറ്റ് സ്തബ്ധനായി നിന്നുപോയി. ലില്ലി അവനോട് മറുപടി പറയാൻ നിർബന്ധിച്ചപ്പോ ഒരു അച്ഛനാവാനൊന്നും താനിപ്പോൾ തയ്യാറല്ലെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് നടന്നു പോവുകയായിരുന്നു ചെയ്തത്. തന്റെ കുഞ്ഞിന്റെ അച്ഛൻ ദൂരേക്ക് അങ്ങനെ മറയുന്നത് നോക്കി ലില്ലി കരഞ്ഞുകൊണ്ടിരുന്നു. അന്ന് അവിടെ നിന്ന് നടക്കുമ്പോൾ അവൻ ചിന്തകളിലേറെ മുഴുകിയിരുന്നു. അനിശ്ചിതമായ ഭാവിയെക്കുറിച്ചോർത്ത് കടൽ തീരത്തുകൂടി ഏലിയറ്റ് നടന്നു. തിരികെ അവൻ വീട്ടിലേക്ക് പോകുമ്പോ ഫയർ ട്രക്കുകൾ തന്റെ അരികിലൂടെ പാഞ്ഞു പോകുന്നത് അവൻ ശ്രദ്ധിച്ചു. പക്ഷേ തന്റെ ബോട്ടിനരികിലേക്ക് എത്തി അവൻ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. അവന്റെ ബോട്ട് നിന്ന് കത്തുന്നു. തന്റെ മാതാപിതാക്കളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന അവന്റെ പ്രിയപ്പെട്ട ബോട്ട് അത് തീപിടിച്ച് കത്തിക്കരിഞ്ഞ് പോയിരിക്കുന്നു. ഏലിയറ്റ് അലറിക്കരഞ്ഞു. ആ പരിസരത്ത് ഒലിവർ നിൽക്കുന്നത് ഏലിയറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ദേഷ്യം തീർക്കാൻ ഒലിവർ തന്നെയാണ് ബോട്ടിന് തീയിട്ടതെന്ന് അവന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. തകർന്നുപോയ മനസ്സുമായി അന്ന് കൺസേർട്ട് നടക്കുന്നിടത്തേക്ക് പോകുമ്പോൾ ഏലിയറ്റ് ആ യാത്രയിലുടനീളം കരഞ്ഞിരുന്നു. തന്റെ വീടായിരുന്ന തന്റെ പ്രിയപ്പെട്ട ബോട്ട് തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ വേദന അവനെ അത്രമേൽ തളർത്തിയിരുന്നു. പരിപാടിക്ക് കയറുന്നതിനു മുമ്പ് പാട്രിക് അവനെ പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചു. അവനെ കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ആരാധകർക്ക് വേണ്ടി സ്വയം നിയന്ത്രിക്കാനും മികച്ച പ്രകടനം കാഴ്ചവെക്കാനും പാട്രിക് അവനോടായി പറഞ്ഞു. ദീർഘശ്വാസമെടുത്ത് സ്റ്റേജിലേക്ക് നടന്നു കയറിയ എലിയറ്റ് ഒടുവിൽ വേദിയിൽ വെച്ച് തന്റെ വൈറൽ ഹിറ്റ് ഗാനമാലപിച്ചു. സദസ് ആവേശത്തോടെ അവനൊപ്പം പാടി. ആ ഊർജം അവന്റെ പാട്ടിന് കരുത്തേകി. മികച്ച രീതിയിൽ കൺസേർട്ടിൽ പാടുവാൻ ഏലിയറ്റിന് സാധിച്ചു. കൺസേർട്ടിന് ശേഷം താൻ അനുഭവിച്ച വേദനകളൊക്കെ കോർത്തിണക്കി ഏലിയറ്റ് പുതിയൊരു പാട്ടെഴുതി. ഇതേ സമയം മറുവശത്ത് വീട്ടിലായിരുന്ന ലില്ലി എല്ലാം വിട്ട് ലണ്ടനിലേക്ക് പോവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഏലിയറ്റ് അവളെ ഒരുപാട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒക്കെ ശ്രമിച്ചെങ്കിലും അവൾ മറുപടി കൊടുത്തില്ല. അവളുടെ ഹൃദയത്തിൽ അത്രമേൽ ഭാരം അനുഭവപ്പെട്ടിരുന്നു. ലണ്ടനിൽ തനിക്കായി ഒരു സ്റ്റുഡിയോ തന്റെ പഴയ സുഹൃത്ത് ജോണി സജ്ജീകരിച്ചിട്ടുണ്ടെന്ന വിവരം അവളെ തേടി എത്തിയിരുന്നു. ജോണിനൊപ്പം ചേരാനായിരുന്നു അവളുടെ പദ്ധതി. ഇതേ സമയം മറുവശത്ത് പാട്രിക് ഏലിയറ്റിനെ വിളിച്ചുണർത്തി. അവനോടായി പറഞ്ഞു, ഒരു പാട്ടുകൂടി തയ്യാറാക്കാനുണ്ട്. ആ ഒരൊറ്റ പാട്ടിലാണ് നിന്റെ ഭാവി ഇരിക്കുന്നത്. പക്ഷേ ഏലിയറ്റ് പറഞ്ഞു, എനിക്കെന്റെ സുഹൃത്തിനെയും വീടും എല്ലാം നഷ്ടപ്പെട്ടു. ഇനി എനിക്ക് ഇത് തുടരാൻ സാധിക്കില്ല. പാട്രിക് അവനെ സാവധാനം കേട്ടിരുന്നു. ഒടുവിൽ പറഞ്ഞു, നീ എത്രയോ ഭാഗ്യവാനാണ്. നീ എന്നെ നോക്ക്, ഞാനൊരു അനാഥനായിരുന്നു. കുടുംബത്തിന്റെ സ്നേഹം ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തവൻ. ആ എന്നെ വെച്ച് നോക്കുമ്പോ നീ എത്രയോ ഭാഗ്യവാനാണ്. പാട്രിക് അവനെ ഓർമ്മിപ്പിച്ചു. ഒന്നുമില്ലെങ്കിലും താനും സൂസനെയും ലില്ലിയും ഇപ്പോൾ അവന്റെ കുടുംബമാണ് എന്ന കാര്യവും അവനോടായി പറഞ്ഞു. തങ്ങൾ എല്ലാവരും തന്നെ ജീവിതത്തിൽ നഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നും പക്ഷേ അതൊന്നും തങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ ആത്മവിശ്വാസത്തെ തകർക്കാൻ അനുവദിച്ചിട്ടില്ല എന്ന് പാട്രിക് വ്യക്തമാക്കി. അത് ഏലിയറ്റിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് ലണ്ടനിൽ പോയിരുന്ന ലില്ലിയെ കാണാൻ സൂസന്ന അവിടുത്തെ അവളുടെ സ്റ്റുഡിയോയിലേക്ക് ചെന്നു. എന്തിനാണ് അമ്മ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ലില്ലി തിരക്കി. സൂസന്ന ഒരു ദീർഘനിശ്വാസമെടുത്ത് വിൻസ് ടൈലർ മരിച്ച ആ രാത്രിയിലെ സത്യം വെളിപ്പെടുത്തി. അന്ന് നിങ്ങളാരും വിളിച്ച ഫോൺ ഞാൻ എടുത്തില്ല. ഞാൻ കരുതിയിരുന്നത് വിൻസ് മറ്റൊരു സ്ത്രീക്കൊപ്പമാണെന്നായിരുന്നു. ഫോൺ എടുത്താൽ വിൻസ് എന്നോട് വിവാഹമോചനം ആവശ്യപ്പെടുമോ എന്നായിരുന്നു അന്നൊക്കെ എന്റെ ഭയം. നിന്റെ പിതാവിനോട് നിനക്കൊരു സ്നേഹമുണ്ടായിരുന്നല്ലോ, അത് തകരാതിരിക്കാനാണ് ഇത്രയും കാലം ഞാൻ ഈ സ്നേഹം സൂക്ഷിച്ചത് എന്നവർ പറഞ്ഞു. അത് കേട്ടതും ലില്ലി മറുപടി കൊടുത്തു. അന്ന് അച്ഛന്റെ ഫോണിൽ നിന്നും ഹോട്ടലിൽ നിന്നും എല്ലാം അമ്മയെ വിളിച്ചുകൊണ്ടിരുന്നത് ഞാൻ തന്നെയായിരുന്നു. അച്ഛനെ തിരഞ്ഞ് ഹോട്ടലിലേക്ക് എത്തിയ ഞാൻ ഏറെ വൈകിപ്പോയിരുന്നു. ആ ദുഃഖ സമയത്ത് അമ്മ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അമ്മ ആ കോൾ എടുത്തതേയില്ല. അതും പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി. അത്രനാളും താൻ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നല്ലോ എന്നോർത്തപ്പോൾ സൂസന്നയുടെയും കണ്ണുകൾ നിറഞ്ഞു. വർഷങ്ങളായുള്ള തെറ്റിദ്ധാരണകൾ മാറി അവരിരുവരും പരസ്പരം കെട്ടിപ്പിടിച്ചു. പിന്നീട് ഏലിയറ്റിന്റെ ആൽബം പൂർത്തിയായി. അത് പുറത്തിറങ്ങി. ഒരു പ്രശസ്ത ടോക്ക് ഷോയിൽ ഏലിയറ്റ് അതിഥിയായിട്ടെത്തി. ഒരു മത്സ്യത്തൊഴിലാളിയിൽ നിന്ന് വലിയൊരു താരത്തിലേക്കുള്ള അവന്റെ വളർച്ചയെക്കുറിച്ച് അവതാരകൻ ചോദിച്ചു. താനിപ്പോഴും ഹൃദയം കൊണ്ടൊരു മത്സ്യത്തൊഴിലാളിയാണ് എന്നായിരുന്നു വിനയത്തോടെ അവന്റെ മറുപടി. ആരെ മനസ്സിൽ കണ്ടാണ് ഏലിയറ്റ് പാട്ടുകൾ എഴുതിയതെന്ന് ചോദിച്ചപ്പോൾ തന്റെ പാട്ടുകൾ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണെന്ന് പുഞ്ചിരിയോടെ അവൻ മറുപടി കൊടുത്തു. തുടർന്ന് അവന്റെ വൈറൽ ഹിറ്റ് ഗാനം പാടാൻ അവതാരകൻ ഏലിയറ്റിനോട് ആവശ്യപ്പെട്ടു. ആദ്യമൊന്നും അടിച്ചെങ്കിലും സദസ്സിൽ ലില്ലിയെ കണ്ടതോടെ ഏലിയറ്റിന്റെ ഭാവം മാറി. അവൻ നേരെ പിയാനോയുടെ അരികിലേക്ക് നടന്നു ചെന്നു. പിന്നാലെ അവിടെ ഇരുന്ന് പുതിയൊരു പാട്ട് പാടി. ലില്ലിയുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ചും അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന കുഞ്ഞിനെ കുറിച്ചുമായിരുന്നു ആ പാട്ട്. അത്രമേൽ ഗംഭീരമായ പാട്ട്. അവൻ പാടുമ്പോൾ അവരുടെ പഴയകാല ഓർമ്മകൾ അവരിലൂടെ കടന്നുപോയിരുന്നു. Baby, I'm pregnant, she said. Flash before my eyes.
പാടിത്തീർന്നപ്പോൾ അവന്റെ ആത്മാർത്ഥമായ പ്രകടനത്തിൽ വലിയ കയ്യടികൾ മുഴക്കി. ആ പാട്ടും അതിലെ വരികളും ലില്ലിയെയും ഏറെ സ്വാധീനിച്ചിരുന്നു. ഏലിയറ്റിനോട് ക്ഷമിക്കാൻ അവൾ തയ്യാറായി. അവരിരുവരും പരസ്പരം നോക്കിക്കണ്ടു. അവർ ഒന്നിക്കുമെന്നും ഒന്നിച്ചു മുന്നോട്ട് ജീവിക്കുമെന്നും അവരുടെ പ്രണയം പൂത്തുലയുമെന്നും ഇരുവരും മികച്ച പാരന്റ്സ് ആകും എന്ന സൂചനയോടെയും ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ഡാനിഷ് ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.